കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ പൊതുശൗചാലയം അടച്ചിട്ടിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. ഇതുമൂലം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനായി പരക്കം പായേണ്ടുന്ന ദുർഗതിയിലാണ് ഇവിടുത്തെ സർക്കാർ ഓഫീസുകളിലെത്തുന്ന പൊതുജനം. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. പലവിധ വ്യവഹാരങ്ങൾക്കായി ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന പുതിയകോട്ടയിലെ ഈ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ്. താലൂക്ക് ഓഫീസും വിവിധ സർക്കാർ ഓഫീസുകളടങ്ങിയ മിനി സിവിൽ സ്റ്റേഷനും ഹോസ്തൃക് പോലീസ് സ്റ്റേഷനും സർക്കിൾ ഇൻസ്പെക്ടറുടെയും ഡിവൈഎസ്പിയുടെയും ഓഫീസുകളും ഫയർ സ്റ്റേഷനും നഗരസഭാ ഓഫീസും എല്ലാം പ്രവർത്തിക്കുന്ന ഭരണസ്ഥിരാകേന്ദ്രത്തിലെ പൊതു ശൗചാലയമാണിത്. പ്രവൃത്തി ദിവസങ്ങളിൽ നാനാഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന അനേകർക്ക് ആശ്വാസമാകേണ്ടുന്ന പൊതുയിടം. ഇത് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനായി പരക്കം പായേണ്ടുന്ന ദുരവസ്ഥയാണ് ഇപ്പോഴിവിടെ എത്തുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പലതിലും എന്നതുപോലെ സ്ത്രീകൾക്ക് തന്നെയാണ് ഇത് പ്രധാനമായും പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിക്കുന്നത്. മഴയും തുടങ്ങിയതോടെ ദുരിതാവസ്ഥ ഇരട്ടിയായി മാറി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ നിയന്ത്രണത്തിലാണ് കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബ്ബ് കെട്ടിടം പുതുക്കി പുറത്ത് ടാപ്പുകളും സ്ഥാപിച്ചിരുന്നു. ഇതുമാത്രമേ പരാതികളെ അപവാദമാക്കാനും അധികാരികൾക്ക് അവകാശവാദം ഉന്നയിക്കാനുമായി പേരിനായെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. പൊതുവായുള്ള ശൗചാലയം അടഞ്ഞതോടെ പലരും സമീപങ്ങളിൽ തന്നെ മൂത്രമഴിക്കുന്നത് പരിസരത്തെ കൊതുക് ശല്യത്തിലേക്കും ദുർഗന്ധത്തിലേക്കും തള്ളിവിടുന്നുണ്ട്. ഇത് കണ്ടറിഞ്ഞ് സ്ഥലത്തെ ഓട്ടോ ഡ്രൈവർമാർ സ്ഥിതിഗതികൾ നഗരഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏകദേശം 2 ആഴ്ച അടുത്തായി. അത് ടാങ്ക് ബ്ലോക്ക് ആയത് കാരണം വെള്ളം ആൾക്കാർ പോയിട്ട് വെള്ളം പുറത്തേക്ക് ഒഴിഞ്ഞു മാറുന്നത്. അങ്ങനെ അത് ബ്ലോക്ക് ചെയ്തതാണ്. ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരല്ല. ഇപ്പോൾ ഇപ്പോൾ പെണ്ണുങ്ങൾ ഒന്നും വേണമെങ്കിൽ ഇപ്പോൾ നന്ദില്ല. ആണെങ്കിൽ സാധ്യമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു? കൂടി സ്കൂൾ കുട്ടികളും സ്കൂൾ തുറന്നതല്ലേ, ഒരുപാട് കുട്ടികളൊന്നും വേണമെങ്കിൽ പോകുന്നു. പെൺകുട്ടികളും സ്ത്രീകളും ആയി വലിയ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. എന്ത് ചെയ്യാം? സെപ്റ്റിക് ടാങ്കിന്റെ പ്രശ്നം മൂലമാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമായ പണികളൊന്നും നടക്കുന്നതായി കാണുന്നുമില്ല. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.